الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين ما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഇസ്രാഇന്റെ തഫ്സീറാണ്. അതിൽ 75 ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പൂർത്തീകരിച്ചത്. അവസാന ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്, മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിച്ച് കളയാൻ, അഥവാ ഹഖായ പാതയിൽ നിന്ന് തെറ്റിച്ച് അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് പിഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഉറപ്പിച്ചു നിർത്തിയത് എന്ന് അറിയിച്ചു. ഇനി എങ്ങാനും അവർ പറയുന്നത് പോലെ ദീനിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കാത്ത, അല്ലാഹു പഠിപ്പിക്കാത്ത കാര്യങ്ങൾ എങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ദുനിയാവിലും പരലോകത്തും ഇരട്ടി ശിക്ഷ ലഭിക്കുമെന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അതിനുശേഷമുള്ള ആയത്താണ് 76-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم وإن كادوا ليستفزونك من الأرض ليخرجوك منها وإذا لا يلبثون خلافك إلا قليلا. وإن كادوا അവർ ആയിട്ടുണ്ട്, അവർ ആയിരിക്കുന്നു, ലയസ്തഫിസ്സൂനക മിനൽ അർദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നിന്നെ നാട്ടിൽ നിന്ന്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന മക്കയിൽ നിന്ന് വിരട്ടി ഓടിക്കാൻ, ഇസ്തഫസ എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ച് വിരട്ടി ഓടിക്കാൻ അവര് ആയിട്ടുണ്ട്, അവർ ശ്രമിക്കുന്നുണ്ട്. ലിയുഖ്രിജൂക മിൻഹ, അവരുടെ ഉദ്ദേശം എന്താണ്? എന്തിനാ പേടിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി. വഇദൻ, അങ്ങനെ അവർ ചെയ്താൽ ലാ യൽബസൂന ഖിലാഫക ഇല്ലാ ഖലീല, നിനക്ക് ശേഷം അവർ കുറച്ചല്ലാതെ അവരവിടെ താമസിക്കുകയില്ല, കുറച്ചു കാലമല്ലാതെ അവരുടെ നാട്ടിൽ അവർ താമസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇതിന് തുടർച്ചയായിട്ട് തന്നെയാണ് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, സുന്നത മൻ ഖദ് അർസൽനാ ഖബ്ലക മിൻ റുസുലിനാ. സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് സുന്നത്ത് എന്ന് പറയും. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തിൽ ഇന്നതുപോലെയാണ് തീരുമാനിക്കുക, അതെല്ലാ വിഷയത്തിലും അങ്ങനെയാണെങ്കിൽ അത് അല്ലാഹുവിന്റെ സുന്നത്ത് എന്ന് പറയും. തീരുമാനം ഒരേപോലെ വരുന്നതിൽ ഇതൊരു സുന്നത്താണ്, അഥവാ ഇതൊരു ചര്യയാണ്. മൻ ഖദ് അർസൽനാ ഖബ്ലക മിൻ റുസുലിനാ, നിനക്ക് മുമ്പ് നാം അയച്ചിട്ടുള്ള റസൂലുകളിൽ നടപ്പിലായിട്ടുള്ള അതേ ചര്യയാണ് ഇത്. വലാ തജിദു ലിസുന്നതിനാ തഹ്വീല, നമ്മുടെ സുന്നത്തിൽ, അഥവാ നമ്മുടെ ഈ തീരുമാനങ്ങളിൽ, നാം ഈ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റവും സംഭവിക്കുകയില്ല, അത് നീ ഒരിക്കലും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. എന്താണ് ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം? എന്താണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേടിപ്പിച്ച് വിരട്ടി ഓടിക്കാൻ, നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം രഹസ്യമായി ദഅവത്ത് ആരംഭിച്ചു. അതിനുശേഷം അത് പരസ്യമായി ഒരുപാട് എതിർപ്പുകളും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങനെ മക്കയിലെ മുശ്രിക്കീങ്ങൾ എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തൗഹീദിന്റെ പ്രബോധനം, ഇസ്ലാം പ്രചരിപ്പിക്കുന്നത് തടയണം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വരെ അവർ തീരുമാനിക്കേണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനുള്ള കൂടിയാലോചനകൾ നടക്കുന്ന, അതിനുള്ള ആ ചർച്ചകൾ നടക്കുന്ന ആ സന്ദർഭത്തിലാണ് അവർക്ക് താക്കീത് എന്നോണം ഈ ആയത്ത് ഇറങ്ങുന്നത്.
അവരെ താക്കീത് ചെയ്തുകൊണ്ട് ഈ ആയത്ത് ഇറങ്ങുന്നത്. കാരണം അവർ ഉദ്ദേശിക്കുകയാണ് ഭൂമിയിൽ നിന്ന് നിന്നെ വിരട്ടി ഓടിക്കാൻ നോക്കുകയാണ്. എന്തിന്? ലിയുഖ്രിജൂക മിൻഹ, ഈ അവരുടെ നാട്ടിൽ നിന്ന് എന്താക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കണം, അതിനു വേണ്ടിയിട്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തെ തൊട്ട് ശക്തമായ താക്കീത് കൊടുക്കുകയാണ്. വഇദൻ, അങ്ങനെ എങ്ങാനും അവർ ചെയ്താൽ, മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയാൽ, ലാ യൽബസൂന ഖിലാഫക ഇല്ലാ ഖലീല, ആ മുശ്രിക്കീങ്ങൾ ആ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം കുറച്ചു കാലമല്ലാതെ അവരവിടെ ഉണ്ടാവുകയില്ല, അവരവിടെ താമസിക്കുകയില്ല, അല്ലെങ്കിൽ അവരവിടെ സമാധാനത്തോടുകൂടി ഉണ്ടാവുകയില്ല. ഇത് ചരിത്രത്തിൽ തെളിഞ്ഞ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് പുറത്താക്കാനുള്ള പരിശ്രമം എടുത്ത് മുസ്ലിമീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹിജറ ചെയ്ത് എവിടെ എത്തി? മദീനയിലെത്തി. അതിനുശേഷമുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് എന്തുണ്ടായിട്ടില്ല? സമാധാനത്തോടു കൂടി കഴിയാവുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. തൊട്ട 2 വർഷത്തിനുള്ളിൽ തന്നെ ബദർ സംഭവിച്ചു. മുശ്രിക്കീങ്ങളുടെ നേതാക്കളായിട്ടുള്ള ആളുകൾ, അബൂജഹൽ അടക്കമുള്ള നേതാക്കൾ ബദറിൽ കൊല്ലപ്പെട്ടു. അവരുടെ സ്ത്രീകളെയും അതുപോലെ തന്നെ അവരുടെ മക്കളെയും അങ്ങനെ പല ആളുകളെയും തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ അവർ ബുദ്ധിമുട്ടുന്ന അവസ്ഥ. പിന്നീട് പിറ്റത്തെ വർഷം ഉഹുദ് ഉണ്ടായി. അതിനുശേഷം ഓരോ യുദ്ധങ്ങളായിട്ടുണ്ടായി. അതുപോലെ തന്നെ പല കച്ചവട സംഘങ്ങളായി പോയിട്ടുണ്ടായിരുന്നവർ അവരെല്ലാവരും പിടിക്കപ്പെട്ട് സമ്പത്ത് മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്കൊരു സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയതിനു ശേഷം അവർക്ക് ലഭിച്ചിട്ടില്ല. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിൽ ഉണ്ടാവുക എന്നുള്ളത് അവർക്കൊരു റഹ്മത്താണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, അവരിൽ താങ്കൾ ഉള്ളിടത്തോളം കാലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിൽ ജീവിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യില്ല? അല്ലാഹു അവരിലേക്ക് ശിക്ഷ ഇറക്കില്ല. അതുകൊണ്ട് അവർക്ക് റഹ്മത്തായിരുന്നു അത്. പക്ഷെ അവരതിനെതിരാണ് ചെയ്തത്. 2 മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ച് അവർ നാട് കടത്തുകയാണ്. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ അവരുടെ മേലെ നിർബന്ധമാകുന്ന ഒരു കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതാണ് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, സുന്നത മൻ ഖദ് അർസൽനാ ഖബ്ലക മിൻ റുസുലിനാ, നമ്മുടെ മുമ്പ് നാം നിയോഗിച്ച റസൂലുകളിൽ സംഭവിച്ചിട്ടുള്ള അതേ നടപടിക്രമം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചര്യ അല്ലെങ്കിൽ നടപടിക്രമം എന്നെല്ലാം പറയാം. അതുതന്നെയാണിത്. അതായത് ഒരു റസൂലിനെ, ആ റസൂലിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളെ അവരെ ആട്ടി ഓടിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്ത ആളുകൾക്ക് പിന്നെന്താ ഉണ്ടായിട്ടുള്ളത്? അല്ലാഹു ശിക്ഷയാണ് ഇറക്കിയിട്ടുള്ളത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, ഏത് നബിമാരുടെ ചരിത്രത്തിലും അവർക്ക് പിന്നീട് ഉണ്ടായിട്ടുള്ളത് ശിക്ഷയാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും ഇസ്ലാം സ്വീകരിച്ച് അവർ തൗഹീദ് ഉൾക്കൊണ്ട ആളുകളായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ അത് മുൻകഴിഞ്ഞ നടപടിക്രമമാണ്, ഇതുപോലെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വലാ തജിദു ലിസുന്നതിനാ തഹ്വീല, നബിയെ താങ്കൾ കണ്ടെത്തുകയില്ല നമ്മുടെ ഇതുപോലെയുള്ള നടപടിക്രമങ്ങളിൽ ഒരു മാറ്റവും കണ്ടെത്തുകയില്ല. അത് അങ്ങനെ തന്നെ സംഭവിക്കും. അള്ളാഹുവിന് ഒരുപാട് സുന്നത്തുകളുണ്ട്. പണ്ഡിതന്മാർ അത് ചെറിയ ചെറിയ ഖായിദകളായിട്ട് പഠിപ്പിക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, ഒരാൾ ചെയ്ത കർമ്മം എന്താണോ അതിനനുസരിച്ചായിരിക്കും അള്ളാഹു എന്ത് കൊടുക്കുക? പ്രതിഫലം നൽകുക. അവൻ ചെയ്യുന്ന തിന്മയ്ക്ക് അതിനനുസരിച്ചായിരിക്കും ശിക്ഷ ഉണ്ടാവുക, ദുനിയാവിലും പരലോകത്തും. അതുപോലെ തന്നെ മൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വദഹു അല്ലാഹു ഖൈറൻ മിൻഹു, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു പകരം നൽകും. അല്ലെങ്കിൽ വേറൊന്ന്, മാഷാ അല്ലാഹു കാന വമാ ലം യശ ലം യകുൻ, അള്ളാഹു ഉദ്ദേശിച്ചത് സംഭവിക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ മുൻഗാമികളിലും ഇപ്പോഴും ഇനി എല്ലാ കാലത്തും അള്ളാഹുവിന് ഒരുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനാണ് എന്ത് പറയുന്നത്? സുന്നത്തുല്ലാ എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ നടപടിക്രമം എന്ന് പറയുന്നത്. അതിനൊരു മാറ്റവും ഒരിക്കലും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, റസൂലിനെയും മുഅ്മിനീങ്ങളെയും കളവാക്കിയിട്ടുള്ള ആളുകൾക്ക്, മുൻഗാമികൾക്ക് സംഭവിച്ചത് എന്താണ്? ശിക്ഷ ഇറങ്ങിയതാണ്. അതുപോലെ തന്നെ ഇവരിലും സംഭവിക്കും. അത് ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ട തെളിഞ്ഞ കാര്യമാണ്.
അടുത്ത ആയത്തുകളിൽ ഇത് നേരത്തെ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ദർസിൽ അവസാനിപ്പിച്ച ആയത്തുകൾ തുടർച്ചയായിട്ടാണ് ഈ ആയത്തും വന്നിട്ടുള്ളത്. ഇനി അടുത്തത് വേറൊരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അഖിമിസ് സ്വലാത ലിദുലൂകിശ് ശംസി ഇലാ ഗസഖിൽ ലൈൽ വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക عسى أن يبعثك ربك مقاما محمودا. الله سبحانه وتعالى പറയുന്നു അഖിമിസ് സ്വലാ, നീ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറയുകയാണ്, എന്നാൽ മുഅ്മിനീങ്ങളുടെ മേലെ എല്ലാം ബാധ്യതയുള്ള കാര്യമാണ് നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതകളിൽ കർമ്മങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യമാണ് അസ്വല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നാളെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. അത് ശരിയാണെങ്കിൽ ബാക്കിയുള്ളത് എളുപ്പമായിരിക്കും. നമ്മളും കുഫാറുകളും തമ്മിലുള്ള ഒരു അഹ്ദ്, ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്വല, നിസ്കാരമാണ്. ഒരു മുഅ്മിനിന്റെ അടയാളമാണ് നിസ്കാരം. നിസ്കാരമില്ലാത്തവൻ ഇസ്ലാമിൽ നിന്ന് ഒന്നും ഉണ്ടാവുകയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പ്രത്യേകം ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, സൂറത്ത് ത്വാഹയിൽ മറ്റു പല സന്ദർഭങ്ങളിലും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് അഖിമിസ് സ്വലാ. കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു അടിമയും തന്റെ റബ്ബും തമ്മിലുള്ള ബന്ധമാണ് നിസ്കാരം. അടിമയും തന്റെ റബ്ബും തമ്മിലുള്ള മുനാജാത്ത്, രഹസ്യ സംസാരമാണ് നിസ്കാരം. കാരണം 2 തവണയാണ് ഒരു അടിമ തന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുക, ഒന്ന് ദുനിയാവിലും ഒന്ന് പരലോകത്തും. ദുനിയാവിലെ നൃത്തം അത് നിസ്കാരത്തിലാണ്, പരലോകത്ത് വിചാരണക്ക് മുമ്പിൽ. ഈ നൃത്തം നന്നാക്കിയിട്ടുണ്ടെങ്കിൽ പരലോകത്തിനുള്ള നൃത്തവും നന്നാവും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അവന്റെ ശ്രദ്ധ തെറ്റി, അവൻ വേറെ പല കാര്യങ്ങളിലേക്കും ചിന്തിച്ച് ഖൽബിനെ തെറ്റിച്ച് കളയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഇലാ ഐന തൽതഫിതു, നീ എങ്ങോട്ടാണ് തിരിയുന്നത്? നീ എന്തിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്? ഇലാ ഖൈരിൻ മിന്നി തൽതഫിതു, എന്നേക്കാൾ ഉത്തമമായ മറ്റെന്തെങ്കിലും ആണോ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അതിലേക്കാണോ നീ തിരിയുന്നത്? അതിനെക്കുറിച്ചാണോ നീ ചിന്തിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമ അവന്റെ നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് തെറ്റി മറ്റു പല കാര്യങ്ങളിലേക്കും പോകുമ്പോൾ അള്ളാഹു ചോദിക്കുമെന്ന് ചില ഹദീസുകളിൽ വന്നതായി കാണാം. അപ്പോ നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. അഖിമിസ് സ്വലാ, നീ നിസ്കാരം നിർവഹിക്കുക. അഖിം എന്ന് പറഞ്ഞാൽ കൃത്യമായി അതിന്റെ എല്ലാ രീതികളും, അതിന്റെ ഷർത്തുകളും വാജിബാത്തുകളും എല്ലാം, ഫർളുകളും റുക്നുകളും എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് കൃത്യമായി നിസ്കരിക്കുക. ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈൽ. ലിദുലൂകി ശംസ്, ദുലൂക് ശംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ തെറ്റിയത് മുതൽ. അങ്ങനെയാണ് അധിക മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുലൂഖ്ഹ എന്നുള്ളതിന് സവാലുഹ എന്ന് പറയും. തെറ്റുക എന്ന് പറഞ്ഞാൽ സൂര്യൻ നേരെ ഒരു നമ്മുടെ മുകളിലായിക്കൊണ്ട് നട്ടുച്ച എന്നെല്ലാം പറയുമല്ലോ, നേരെ വന്നതിന് ശേഷം തെറ്റുന്നതിനാണ് ഇവിടെ ദുലൂഖ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്തുള്ള നിസ്കാരം ഏതാണ്? ദുഹറാണ്. നേരെ ഉള്ളതിന് തെറ്റിക്കഴിഞ്ഞാലാണ് ദുഹറിന്റെ സമയം ആരംഭിക്കുന്നത്. അപ്പോ ആ സമയത്ത് നിസ്കരിക്കുക. അപ്പൊ ദുലൂഖി ശംസ് ഇലാ ഗസഖിൽ ലൈൽ, രാത്രി ഇരുട്ടുന്നത് വരെ നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അതുകൊണ്ട് ഉദ്ദേശം? ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മുജ്മലായിട്ടുള്ള കാര്യം അഥവാ മൊത്തമായി പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് വ്യക്തമാക്കി തരുന്ന എന്താണ്? ഹദീസുകളാണ്. ഖുർആനിൽ മൊത്തമായി പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് വ്യക്തമാക്കി തരുന്ന എന്താണ്? ഹദീസുകളാണ്. മുഫസ്സലായി വേർതിരിച്ച് വിശദീകരിച്ച് തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ നോക്കിയാൽ നിസ്കാരത്തിന്റെ കൃത്യമായ സമയങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നിസ്കാരങ്ങൾ, അതെങ്ങനെയൊക്കെയാണ് നിർവഹിക്കേണ്ടത്, ഇതൊന്നും ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഖുർആനിൽ എന്താണ്? നിസ്കരിക്കണമെന്നുള്ള കൽപ്പനയാണ്. ഈ ആയത്തിൽ 5 വഖ്ത് നിസ്കാരത്തിന്റെ സമയം അറിയിക്കുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയം അങ്ങനെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ സൂര്യൻ തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്നത് വരെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ തെറ്റിക്കഴിഞ്ഞാലുള്ള നിസ്കാരങ്ങളാണ് ളുഹറും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വസ്തുവിന്റെ അളവ് നിഴലിന്റെ അളവും ഒരുപോലെ ആകുമ്പോൾ വരെ സമയം ഏതാണ്? അസ്റിന്റെ സമയം ആരംഭിക്കുന്നത്. ഈ 2 നിസ്കാരങ്ങൾ സൂര്യൻ തെറ്റിയത് മുതലുള്ളതാണ്. പിന്നെ പറഞ്ഞു ഇലാ ഗസഖിൽ ലൈൽ, രാത്രി ഇരുട്ടുന്നത് വരെ. അവിടെയും 2 നിസ്കാരങ്ങളുണ്ട്. ഒന്ന് രാത്രി ഇരുട്ടാൻ ആരംഭിക്കുമ്പോൾ
മഗ്രിബും ഇരുട്ടിക്കഴിഞ്ഞാലുള്ള ഇശാവും 2 നിസ്കാരങ്ങളായി. അപ്പൊ 4 വഖ്ത് നിസ്കാരങ്ങൾ. എന്നിട്ട് പറഞ്ഞു ഖുർആനൽ ഫജ്ർ. ഖുർആനൽ ഫജ്ർ, ഇവിടെ ഖുർആൻ എന്നുകൊണ്ട് ഉദ്ദേശം സ്വലാത്താണ്. സ്വലാത്തുൽ ഫജ്ർ, ഫജ്ർ നിസ്കാരവും. ഫജ്ർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ നിന്ന് തന്നെ എന്താണ്, ഏതാണ് സമയം എന്ന് വ്യക്തമാണ്. പൊട്ടി പിളരുന്ന പ്രകാശം ഇരുട്ടിനെ മാറ്റിയിട്ട് പ്രകാശം പുറത്തേക്ക് വരുന്ന ആ ഫജ്റിന്റെ സമയം, ആ സമയത്തും നിസ്കരിക്കുക എന്ന് പറഞ്ഞു. അപ്പോ നിസ്കാരം ഒരു അടിമയുടെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ള 5 വഖ്ത് നിസ്കാരങ്ങൾ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത് മൊത്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, വേർതിരിച്ച് പറഞ്ഞിട്ടുള്ളത് ഹദീസുകളിലാണ്. ഓരോന്നിന്റെ സമയം ഇന്നതാണ്, ഇത്ര വരെയാണ്, ഇന്നതാണെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ഹദീസുകളിലാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. എന്നിട്ട് പ്രത്യേകമായി എടുത്തു പറഞ്ഞു ഫജ്റിന്റെ സമയത്തുള്ള ഖുർആൻ. അവിടെ നിസ്കാരം എന്നുള്ളതും നിസ്കാരത്തിൽ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ എന്ന അർത്ഥത്തിലും മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് കാന മശ്ഹൂദ, സാക്ഷ്യം വഹിക്കപ്പെടുന്ന ഒരു നിസ്കാരമാണ് അല്ലെങ്കിൽ പാരായണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവിടെ ഫജ്റിനെ മാത്രം പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം? ഹദീസുകളിൽ ആ വിഷയം വ്യക്തമായി വന്നിട്ടുണ്ട്. ഒന്ന്, ഫജ്റിലെ ഖുർആൻ പാരായണം അത് ദീർഘിപ്പിക്കേണ്ട ഒരു നിസ്കാരമാണ്. കാരണം ബാക്കിയുള്ള 4 നിസ്കാരങ്ങളിലും ജംഅ് ചെയ്യാൻ വേണ്ടി അനുവാദം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരാൾ യാത്രക്കാരനാവണമെന്നില്ല, ഒരാൾക്ക് വേറെ എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാം? ദുഹറിന്റെ സമയത്ത് അസറും ബുഹറും കൂടി, ആദ്യം ബുഹർ നിസ്കരിക്കുക, പിന്നീട് അസർ അതിനോടൊപ്പം ചേർത്ത്. ജംഅ് എന്ന് പറഞ്ഞാൽ ഖസ്റല്ല. പലപ്പോഴും ആളുകൾക്ക് തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യമാണ്, ജംഅ് വേറെയാണ് ഖസ്ർ വേറെയാണ്. ഖസ്ർ എന്നുള്ളത് യാത്രക്കാരനുള്ള കാര്യമാണ്. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കുക എന്നുള്ളത് അത് ആർക്കുള്ള ബാധകമായിട്ടുള്ളതാണ്? യാത്രക്കാരന്. ജംഅ് എന്നുള്ളത് ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് നിർവഹിക്കാം. അതിയായ രോഗം അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ശക്തമായ മഴ, അത് കാരണം ജമാഅത്തായി പോകാൻ പറ്റാതെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അവർക്കൊക്കെ അനുവാദമുണ്ട്. അത് അറിവുള്ള ആളുകളോട് ചോദിക്കണം, എന്റെ സാഹചര്യം അതിന് പറ്റിയതാണോ എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾ 4 റക്അത്ത് ദുഹർ നിസ്കരിച്ച് 4 റക്അത്ത് അസ്ർ എന്ത് ചെയ്യാം? ജംഅ് ചെയ്യാം. അതുപോലെ മഗ്രിബ് 3 റക്അത്ത് നിസ്കരിച്ച് അതിനോടൊപ്പം ഇശാ നിസ്കരിക്കാം, അല്ലെങ്കിൽ ബന്ധിപ്പിക്കാം. അസ്റിന്റെ സമയത്തേക്ക് ദുഹറും അസ്റും അങ്ങനെ നിസ്കരിക്കാം, ഇശാന്റെ സമയത്ത് മഗ്രിബ് ഇശാ നിസ്കരിക്കാം. ഇവിടെ വിഷയം ഈ 2 നിസ്കാരങ്ങളെ എന്താക്കാം? ജംഅായി നിസ്കരിക്കാം. പക്ഷെ ഫജ്ർ എന്ത് ചെയ്യാൻ പറ്റൂല? ജംഅ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അത് ആ സമയത്ത് തന്നെ നിർവഹിക്കേണ്ട, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യപ്പെടേണ്ട നിസ്കാരമാണ്. സഹാബികളുടെ കാലത്ത് 100ഓളം ആയത്തുകൾ ഫജ്റിൽ ഓതിയതായിട്ടെല്ലാം റിവായത്തുകൾ നമുക്ക് കാണാം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്ക പാടില്ല ഇമാം, പക്ഷെ അത്രയും അധികം ഓതിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ഫജ്ർ നിസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഈ ഖുർആൻ പാരായണത്തിന്റെ മഹത്വം അറിയിക്കുന്ന ഹദീസുകൾ സഹീഹ് ബുഖാരിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫദ്ലു സ്വലാത്തിൽ ജമീഇ അലാ സ്വലാത്തിൽ വാഹിദ് 25 ദറജ. ജമാഅത്തായി നിസ്കരിക്കുന്നത് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 25 ഇരട്ടി പ്രതിഫലമുള്ളതാണ്. മറ്റ് ഹദീസുകളിൽ 27, 26 എല്ലാം വന്നിട്ടുണ്ട്. وتجتمع ملائكة الليل وملائكة النهار في صلاة الفجر. രാത്രിയുടെ മലക്കുകളും പകലിലെ മലക്കുകളും അവർ ഒരുമിക്കുന്ന സമയമാണെന്ത്? ഫജ്റിന്റെ സമയം, സ്വലാത്തുൽ ഫജ്ർ. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇഖ്റഊ ഇൻ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ പാരായണം ചെയ്തുകൊള്ളുക, വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. സാക്ഷ്യം വഹിക്കപ്പെടുന്നു പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? മലക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള, അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കാത്ത സൃഷ്ടികളാണ് മലായിക്കത്തുകൾ. ആ മലായിക്കത്തുകളിൽ രാത്രിയിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളുണ്ട്, പകലിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളുമുണ്ട്. അപ്പൊ ഇവര് മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പൊ രാത്രിയിലെ മലക്കുകൾ പോകുമ്പോഴും പകലിലെ മലക്കുകൾ വരുമ്പോഴും അവർ ഒരുമിക്കുന്ന ഒരു സമയമാണെന്ത്? സ്വലാത്തുൽ ഫജ്ർ. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണെന്ന് കാണാം. അതുപോലെ ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവർ ഉദ്ധരിക്കുന്നു. വേറെയും കിതാബുകളിൽ കാണാം.
അത് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ വയജ്തമിഊന ഫീ സ്വലാത്തി സുബ്ഹി വഫീ സ്വലാത്തിൽ അസ്ർ. ഈ മലക്കുകൾ രാത്രിയുടെയും പകലിന്റെയും മലക്കുകൾ നിങ്ങളോടൊപ്പം മത്സരിച്ചെത്തുന്നതാണ്, നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഏത് സമയത്ത്? രണ്ട് സമയത്ത്, സ്വലാത്തുൽ ഫജ്റും സ്വലാത്തുൽ അസ്റും. ഈ രണ്ട് സമയങ്ങളിൽ രണ്ട് നിസ്കാരത്തിന് അവർ ഒരുമിച്ചിട്ടുണ്ടാകും. അസ്റിന്റെ സമയത്ത് എന്താണ്? പകലിലെ മലക്കുകൾ പോകാനും രാത്രിയുടെ മലക്കുകൾ വരുന്നതുമായിട്ടുള്ള സമയമാണ്. فَيَعْرُجُ الَّذِينَ بَاتُوا فِيكُمْ فَيَسْأَلُهُمْ رَبُّهُمْ وَهُوَ أَعْلَمُ بِكُمْ كَيْفَ تَرَكْتُمْ عِبَادِي. അങ്ങനെ രാത്രിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മലക്കുകൾ ഫജ്റിന്റെ സമയത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ അസ്റിന്റെ സമയത്തും ആ മലക്കുകൾ വന്ന മലക്കുകൾ പോകുമ്പോൾ, ഇവിടെ ഉണ്ടായിരുന്ന മലക്കുകൾ പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, ഫയഖൂലൂൻ, ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകള് ഏതവസ്ഥയിൽ നിങ്ങൾ ഇട്ടിട്ടാ പോകുന്നത്, അതോ എന്തവസ്ഥയിലായിരുന്നു എന്റെ അടിമകൾ എന്ന് ചോദിക്കും. ഫയഖൂലൂൻ, അപ്പൊ ആ മലക്കുകൾ പറയും, അതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരിലേക്ക് ചെന്നത് അസ്റിന്റെ സമയത്താണ്. രാത്രിയിലെ മലക്കുകൾ വരിക, രാവിലെ മലക്കുകൾ പോണവരാണ് ഈ പറയുന്നത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവർ നിസ്കരിക്കുകയായിരുന്നു. ഏതാണ്? അസ്ർ നിസ്കരിക്കുക. വതറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ പോരുന്ന സമയത്ത് അവരെന്ത് ചെയ്യാണ്? നിസ്കരിക്കുകയാണ്, അഥവാ ഫജ്ർ നിസ്കരിക്കുകയാണെന്ന് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ ഈ വിഷയത്തിൽ വേറെയും ചില ഹദീസുകൾ കാണാം. അപ്പോ ഫജ്ർ നിസ്കാരം വളരെ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ്. അതിലെ ഖുർആൻ പാരായണം പ്രത്യേകം ആ നിസ്കാരം ഖുർആൻ എന്നുള്ളത് നിസ്കാരമാണെന്ന് പറഞ്ഞ് കാണാം. സാക്ഷ്യം വഹിക്കപ്പെടുന്ന മലക്കുകൾ സാക്ഷ്യം വഹിക്കപ്പെടുന്ന നിസ്കാരമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ ഈ 5 വക്ത് നിസ്കാരം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രം കൽപ്പിച്ചതാണോ? അല്ല, എല്ലാ മുഅ്മിനീങ്ങൾക്കും ആമായിക്കൊണ്ടുള്ള നിയമമാണ്. അതായത് ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമാണെങ്കിൽ വേറെ അറിയിക്കും. അതല്ലെങ്കിൽ എന്താണ്? എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ത്വലാഖുമായി ബന്ധപ്പെട്ട മസ്അല പഠിപ്പിക്കുന്നിടത്ത് ഖുർആനിലെ ആയത്ത് സൂറത്തുൽ ത്വലാഖിലെ യാ അയ്യുഹൻ നബി ഇദാ ത്വല്ലഖ്തുമുൻ നിസാ, ഇവിടെ യാ അയ്യുഹൻ നബി എന്ന് പറഞ്ഞത് ആരെ വിളിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. പക്ഷേ ത്വലാഖിന്റെ നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണോ ബാധകം? അല്ല, എല്ലാവർക്കും ബാധകമാണ്. അതെങ്ങനെ മനസ്സിലാക്കുന്നത്? ഒന്ന്, അടിസ്ഥാന നിയമം ഖുർആനിന്റെ അങ്ങനെയാണ്. രണ്ട്, ഈ ആയത്തിൽ ഒരു രീതിയുണ്ട്. യാ അയ്യുഹൻ നബി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇദാ ത്വല്ലഖ്തും അന്നിസാ എന്നാണ്. ശരിക്കും അറബി ഭാഷയിൽ എന്ത് പറഞ്ഞാൽ മതി? ത്വല്ലഖ്തും പറഞ്ഞാൽ നിങ്ങൾ ത്വലാഖ് ചെയ്താൽ എന്നാണ് അർത്ഥം. നബിയെ പിന്നെ ജമ്മാണ് പറയുന്നത്. അവിടെ എന്താ ശരിക്ക് എങ്ങനെ പറഞ്ഞാൽ മതി? ഇദാ ത്വല്ലഖ്ത, നീ ത്വലാഖ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നബി എന്ന് വിളിക്കുകയും ത്വല്ലഖ്തും എന്ന് പറയുകയും ചെയ്താൽ അത് ആർക്കുള്ളതാണ്? മുഅ്മിനീങ്ങൾക്ക് പൊതുവേ ഉള്ളതാണ്. കാരണം അന്നബി എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട്. മുനബ്ബി എന്നുള്ള അർത്ഥമുണ്ട്, മുനബ്ബ എന്നുള്ള അർത്ഥമുണ്ട്. അന്നബി എന്നുള്ള പദത്തിന് മുനബ്ബി അറിയിക്കുന്നവൻ എന്ന അർത്ഥമുണ്ട്, മുനബ്ബ അറിയിക്കപ്പെട്ടവൻ എന്ന അർത്ഥമുണ്ട്. മുനബ്ബി എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വിളിച്ചിട്ടുള്ളത് എങ്കിൽ നബിയെ വിളിച്ചുകൊണ്ട് പറയുന്ന ബാക്കിയുള്ള കാര്യം മുഅ്മിനീങ്ങൾക്ക് പൊതുവായിട്ടുള്ളതാണ്. മുഅ്മിനീങ്ങൾക്ക് പൊതുവായിട്ടുള്ളതാണ്. കാരണം നബിയെ അറിയിക്കുന്ന കാര്യം മുഅ്മിനീങ്ങളെ പൊതുവായി അറിയിക്കണം. മുനബ്ബ് അറിയിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് യാ അയ്യുഹൻ നബി എന്ന് വിളിച്ചിട്ട് ഇദാ ത്വല്ലഖ്തും എന്ന് പറയാനുള്ള കാരണം. അപ്പോ ഈ 5 വക്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി മുഅ്മിനീങ്ങൾക്ക് പൊതുവായിട്ടുള്ള കൽപ്പനയാണ്. അത് പറയാനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിക്കൊണ്ട് ഒരു കാര്യം പറയുകയാണ്. പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമായ നിലക്ക് പറയുകയാണ്. വമിനൽ ലൈലി, രാത്രിയിൽ, ഫതഹജ്ജദ് ബിഹി. ഫതഹജ്ജദ്, തഹജ്ജദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള അർത്ഥം ഉറക്കം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് ഇരിക്കുന്നതിനാണ് എന്താ പറയാ? തഹജ്ജദ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുക. ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുക. ബിഹി, അതുകൊണ്ട്. ഇവിടെ ആ ഹാ എന്നുള്ള ലമീർ മടങ്ങുന്നത് ഖുർആനിലേക്കാണ്. ഫതഹജ്ജദ് ബിഹി, രാത്രിയിൽ നീ ആ ഖുർആൻ കൊണ്ട് ഉറക്കത്തിൽ എഴുന്നേൽക്കുക. ഉദ്ദേശം രാത്രിയിൽ നീ കുറച്ച് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കുക.
നാഫിലതൻ ലക്, അത് നിനക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യകാലത്ത് രാത്രി നിസ്കാരം എന്തായിരുന്നു? നിർബന്ധമായിരുന്നു. മുഅ്മിനീങ്ങൾക്ക് പൊതുവായിട്ടുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നിസ്കാരം നിർബന്ധമാണ് ആദ്യ സമയത്ത്. പിന്നീട് അത് മാറ്റിയത് നമുക്ക് കാണാം വേറെ ചില ആയത്തുകളിലൂടെ. നാഫിലതൻ ലക് എന്ന് പറഞ്ഞാൽ നഫ്ലി എന്നുള്ള പൊതുവായ അർത്ഥം ഐച്ഛികമായത് എന്നാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് നബിയെ താങ്കൾക്ക് പ്രത്യേകമായിട്ട് ഒരു കാര്യമായിട്ട് നൽകിയിട്ടുള്ള കാര്യമാണ് ഈ രാത്രി നിസ്കാരം, അഥവാ നിങ്ങൾ നിർബന്ധമായിട്ട് നിസ്കരിക്കുക എന്ന നിലയ്ക്ക്. അസാ അയ്യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, നിന്റെ റബ്ബ് നിന്നെ മഖാമൻ മഹ്മൂദ് എന്ന മഹത്തായ സ്ഥാനത്തേക്ക് നിന്നെ നിയോഗിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. നമുക്ക് രണ്ടായിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തേത് തഹജ്ജുദുമായി ബന്ധപ്പെട്ടത്. തഹജ്ജുദ് എന്നുള്ളത് സഹോദരങ്ങളെ ഖിയാമുൽ ലൈൽ എന്ന പേരിലെല്ലാം രാത്രി നിസ്കാരം എന്നെല്ലാം അറിയിക്കുന്ന കാര്യം സ്വാലിഹീങ്ങൾ, നമ്മുടെ മുൻഗാമികളായിട്ടുള്ള സ്വാലിഹീങ്ങൾ അവരുടെ ശീലമായി അവർ കൊണ്ടു നടന്നൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് നമ്മുടെ ബന്ധം ഏറ്റവും ശക്തമാക്കുന്ന, അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു അടിമയ്ക്ക് സ്ഥിരമായി രാത്രി നിസ്കരിക്കാൻ സാധിക്കുക എന്നുള്ളത്. കാരണം മനുഷ്യൻ ഏറ്റവും അധികം ആസ്വദിക്കുന്ന ഉറക്കം, ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിന് മുമ്പിൽ നിസ്കരിക്കാൻ അവൻ നിൽക്കുന്നുണ്ട് എങ്കിൽ അവനും അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യം തന്നെ അവന് കൽപ്പിച്ച കാര്യം എന്താ പറഞ്ഞത്? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല, നീ രാത്രി നിസ്കരിക്കാനാണ്. എന്തിനാണ്? അതിനുശേഷം വരുന്നത് എന്താണ്? ഭാരമേറിയിട്ടുള്ള കാര്യങ്ങളാണ്. നിന്റെ ഉത്തരവാദിത്വം ഭാരം കൂടുകയാണ്. ഖുർആൻ ഇറങ്ങാൻ പോവാണ്. അതിനെല്ലാം നിനക്ക് നിന്റെ വാക്ക് നേരെ നിൽക്കണമെങ്കിൽ, നിന്റെ കാൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നിനക്ക് എന്ത് വേണം? അള്ളാഹുമായി ശക്തമായ ഒരു ബന്ധം വേണം. അതെന്തിലൂടെയാണ് ലഭിക്കുക? രാത്രി നിസ്കാരത്തിലൂടെയാണ് ലഭിക്കുക. ധാരാളം ഹദീസുകൾ ഖുർആനിലെ ആയത്തിൽ തന്നെ രാത്രി നിസ്കാരത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, അല്ലാഹുവിന്റെ അടിമകൾ, പ്രിയപ്പെട്ട റഹ്മാനായ റബ്ബിന്റെ അടിമകൾ, അവർ രാത്രിയിൽ നിന്നും സുജൂദിലായിക്കൊണ്ട് രാത്രി ചെലവഴിക്കുന്നവരാണ്. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, മുഹ്സിനീങ്ങൾ, ഇഹ്സാൻ ചെയ്യുന്നവർ രാത്രിയിൽ കുറച്ചേ ഉറങ്ങുകയുള്ളൂ, ബാക്കിയുള്ള സമയം അവർ അള്ളാഹുവിനുള്ള ഇബാദത്തിലായിരിക്കും. അതുപോലെ തന്നെ ഹദീസുകളിൽ നമുക്ക് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നിസ്കാരം മുറുകെ പിടിക്കുക, അത് നിങ്ങൾ ഒഴിവാക്കരുത്. ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബ്ലകും, അത് നിങ്ങളുടെ മുൻപുള്ളവരുടെ ശീലമാണ്, അവര് ശീലമായി കൊണ്ട് നടന്നിരുന്ന കാര്യമാണ്. വഹുവ ഖുർബത്തുൻ ഇലാ റബ്ബിക്കും, അത് നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന, റബ്ബിന്റെ സാമീപ്യം നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു കർമ്മമാണ്. വമഗ്ഫറത്തുൻ ലിസ്സയ്യിആത്ത്, നിങ്ങളുടെ തിന്മകൾ അത് മായ്ച്ചു കളയുന്ന, അതിന് പകരമാകുന്ന കാര്യമാണ്. വമൻഹാത്തുൻ ലിൽ ഇസ്ം, പാപങ്ങളിൽ നിന്ന് നിങ്ങളെ തടയുന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചത് കാണാം. അപ്പൊ ഏതൊരു 5 വക്ത നിസ്കാരം അത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും എല്ലാത്തിനും കാരണമാകും. അപ്പൊ രാത്രി നിസ്കാരം അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സ്ഥാനത്തേക്കാണ് നമ്മെ എത്തിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ട് രാത്രി നിസ്കരിക്കണം, അത് നിനക്കുള്ള പ്രത്യേകമായി നൽകപ്പെടുന്ന ഒരു കാര്യമാണ്, ഒരു നാഫിലത്താണ് എന്ന നിലക്ക് പ്രത്യേകമായി പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമ. ദുനിയാവിലല്ല, അള്ളാഹുവിന്റെ സൃഷ്ടികളെല്ലാം എടുക്കുക, മലക്കുകൾ എടുക്കുക, ജിന്നുകൾ എടുക്കുക, മനുഷ്യരെടുക്കുക, മൃഗങ്ങൾ, പക്ഷികൾ, മത്സ്യം, അങ്ങനെ തുടങ്ങി എന്തെല്ലാം സൃഷ്ടികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ടോ ആ സൃഷ്ടികളിലെല്ലാം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കണം എന്ന് ആ ഒരു സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടാണ് രാത്രി നിസ്കാരം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പരലോകത്ത് ആ റസൂലിന് കൊടുക്കുന്ന സ്ഥാനവും തുടർന്ന് പറയുകയാണ്, അസാ അയ്യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, നിനക്ക് നിന്റെ റബ്ബ് മഖാമൻ മഹ്മൂദിലേക്ക് നിന്നെ എത്തിക്കും എന്ന് ഒരു വാഗ്ദാനം, ഒരു പ്രോത്സാഹനം ആരറിയിക്കുകയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. എന്താ മഖാമൻ മഹ്മൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകം നൽകപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു ഹദീസ് കാണാം. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്നു, പരലോകത്തെ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, യുജ്മഉ الناس في سعيد واحد يسمعهم الداعي وينفذهم البصر. നാളെ പരലോകത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടും. ഒരാൾ വിളിച്ചാൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ, ഒരാൾ നോക്കിയാൽ എല്ലാവരെയും കാണാൻ പറ്റുന്ന രീതിയിൽ. ഹുഫാതൻ ഉറാതൻ കമാ ഖുലിഖു, അവര് നഗ്നരായിരിക്കും, അതുപോലെ തന്നെ നഗ്നപാതരായിരിക്കും. ആ ഒരു അവസ്ഥയിലാണ് അവരുണ്ടാവുക. സൃഷ്ടിക്കപ്പെട്ട എങ്ങനെയാണ് ജനിച്ചു വീണത് അതുപോലെ ചലാകർമ്മം ചെയ്യാത്ത ആ ഒരു അവസ്ഥയിൽ ഖിയാമൻ നിൽക്കുന്നവരായിട്ട്. ലാ തുകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ ഒരാൾക്ക് അവിടെ എന്ത് സാധിക്കില്ല, ഒരു വാക്ക് പോലും പറയാൻ സാധിക്കില്ല. അള്ളാഹു അനുവദിച്ചവർക്കാണ് ഒരു വാക്കെങ്കിലും പറയാൻ പറ്റുള്ളൂ. യുനാദി, അപ്പോൾ വിളിക്കപ്പെടും, യാ മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കപ്പെടും, യാ മുഹമ്മദ്. ഫയഖൂൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ലബ്ബൈക വസഅദൈക, ഉത്തരം ചെയ്യുന്നതാണ്, റബ്ബേ ഞാനിതാ ഉത്തരം ചെയ്യുന്നു. വൽ ഖൈറു ഫീ യദൈക, എല്ലാ ഖൈറും നിന്റെ കൈകളിലാണ്. വശ്ശർറു ലൈസ ഇലൈക, ശർറ് നിന്നിലേക്ക് ചേർത്തപ്പെടുകയില്ല. വൽ മഹ്ദിയു മൻ ഹദൈത, നീ ഹിദായത്ത് നൽകിയവനാണ്, ഹിദായത്തിലായവൻ. വഅബ്ദുക ബൈന യദൈക, നിന്റെ അടിമ ഇതാ നിന്റെ മുൻപിലാണുള്ളത്. വമിൻക വഇലൈക, നിന്നിൽ നിന്ന് നിന്നിലേക്കുള്ളതാണ്. ഇത് പല ഇതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറവ് നടത്തുമ്പോഴൊക്കെ പറയാറുള്ള ഒരു വാക്കാണ് വമിൻക വഇലൈക എന്നുള്ളത്. അത് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നതിനെ അറിയിക്കുന്നതാണ്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅബ്ദു പറഞ്ഞാൽ എന്താണ്, ഇലൈക്, നിന്നിലേക്ക്, നിനക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇയ്യാക നസ്തഈൻ എന്ന് പറയാൻ എന്താണ്, മിൻക, നിന്നിൽ നിന്നുള്ള സഹായം കൊണ്ടാണ് ചെയ്യുന്നത്. അത് വേറെ വിശദീകരിക്കേണ്ടതാണ്, അതാണ് ഉദ്ദേശം. ലാ മൻജാ വലാ മൽജാ മിൻക ഇല്ലാ ഇലൈക്, നിന്നിലേക്കല്ലാതെ ഒരു രക്ഷയോ അഭയസ്ഥാനമോ ഇല്ല. തബാറക്ത വതആലൈത്, നീ പരിശുദ്ധനും ഉന്നതനുമാണ്. സുബ്ഹാനക റബ്ബൽ ബൈത്ത്, അല്ലാഹുവിന്റെ ഈ ഭവനത്തിന്റെ റബ്ബായിട്ടുള്ള അല്ലാഹു നീ പരിശുദ്ധനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഫഹാദൽ മഖാമുൽ മഹ്മൂദു അല്ലദീ ദക്കറഹു അല്ലാഹു അസ്സ വജൽ, അവിടെ പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന മഖാമുൽ മഹ്മൂദ് ഇതാണ് എന്ന് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഖാമുൽ മഹ്മൂദ് എന്ന് പറഞ്ഞാൽ മഖാമു ശഫാഅ, ശഫാഅത്തിനുള്ള മഖാമാണ്. നാളെ പരലോകത്ത് ശഫാഅത്ത് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എല്ലാം പറഞ്ഞത് കാണാം. ആ ഹദീസ് വിശാലമായിട്ടുള്ള ഹദീസാണ്. അതിന്റെ ആശയം നമ്മൾ കേട്ട് പരിചയിച്ചുകൊണ്ട് അതിന്റെ ആശയം ചുരുക്കി പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നാളെ പരലോകത്ത് എല്ലാവരും എന്തായിരിക്കും, എല്ലാവരും നിൽക്കായിരിക്കും. അവര് ചെയ്ത സൂര്യൻ ഒരു മൈലോ മറ്റോ മുകളിലായിക്കൊണ്ട് അവർ വിയർപ്പിൽ, ഓരോരുത്തരും അവരുടെ തിന്മകളുടെ അടിസ്ഥാനത്തിൽ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയായിരിക്കും. അങ്ങനെ അവർ പരസ്പരം ചോദിച്ചു തുടങ്ങും, ആരാണ് നമുക്ക് ഇതിനൊന്ന് രക്ഷ നൽകുക, ഒന്ന് ശുപാർശ തുടങ്ങാനുള്ള ഒരവസരം കിട്ടുക എവിടുന്നാണ്. അങ്ങനെ അവര് ആരുടെ അടുത്ത് പോകും, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോകും. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പോയിട്ട്, നിങ്ങൾ അബുൽ അംബിയ ആണ്, അല്ലെങ്കിൽ അബുൽ ബഷറാണ്, മനുഷ്യരുടെ പിതാവാണ്, എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷഫാഅത്ത് എടുക്കണം. ആദം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്നോട് വിരോധിച്ച പഴം കഴിച്ച ആളാണ് ഞാൻ എങ്ങനെയാണ്, എനിക്ക് റബ്ബ് ഇന്ന് കോപിക്കുന്ന ദിവസമാണ്, എനിക്ക് പറ്റില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും പോയിക്കോളും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പോകാൻ പറയും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പോകും, ഇതുപോലെ തന്നെ പറയും. അത് കഴിഞ്ഞ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പോകാൻ പറയും. മൂസാ നബി അലൈഹി ഇസ്ലാം പറയും, ഞാൻ ഒരാളെ കൊന്നുപോയിട്ടുണ്ട്, ഞാൻ അതിനെ പേടിച്ചിരിക്കുകയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് പോകും. അപ്പോൾ അതിന്റെ ഇടയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് പോകും, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് പോകും. അവിടെ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയിട്ട് പറയും, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം, ഈ വിചാരണ തുടങ്ങാൻ വേണ്ടി ശുപാർശ ചെയ്യണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ സുജൂദിലായി വീഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതുവരെ പഠിപ്പിക്കപ്പെടാത്ത രീതിയിൽ, ഇതുവരെ മറ്റൊരാളും പുകഴ്ത്താത്ത രീതിയിൽ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും എല്ലാം സനാവ് ചെയ്യുകയും എല്ലാം ചെയ്യും. അങ്ങനെ അവിടെ വെച്ച് അല്ലാഹു തആല പറഞ്ഞു, നബിയെ നിങ്ങൾ എഴുന്നേറ്റോളി, എന്നിട്ട് നിങ്ങൾ ശുപാർശ നടത്തിക്കോളി, നിങ്ങളെ ശുപാർശ സ്വീകരിക്കപ്പെടുമെന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത്. സുബ്ഹാനല്ലാഹ്, ഈ ഹദീസ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ആയതിന്റെ മഹത്വത്തെ അങ്ങേയറ്റം അറിയിക്കുന്ന ഒരു ഹദീസാണ്. കാരണം അത് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാതെ ആളുകൾ ദുഃഖിച്ചു നിൽക്കുന്ന
എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോ ഓരോ നബിമാരുടെയും കീഴിലായിട്ട് ഓരോ അവരുടെ ഉമ്മത്തുണ്ടാവും. എന്നിട്ട് പറയും ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ നടത്തണം എന്ന് പറയും. അവരൊന്നും ഞങ്ങൾക്ക് സാധിക്കില്ല, ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് വേറെ ആഴത്തിൽ പോയിക്കോ എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് എന്ത് പറയുന്നത്, ഉമ്മത്തി എന്ന് അവിടെ പറയുക. അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായി നമ്മെ ഓരോരുത്തരെ അള്ളാഹു തആല തെരഞ്ഞെടുത്തു എന്നുള്ളത് മറ്റെല്ലാ ഉമ്മത്തുകളെക്കാളും മുൻകഴിഞ്ഞ എല്ലാ സമൂഹങ്ങളെക്കാളും ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന, സ്വർഗത്തിന്റെ 2/3 ഭാഗം അല്ലെങ്കിൽ ഭൂരിഭാഗവും ഏതുമ്മത്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. അങ്ങനെയുള്ള ഒരു ഫضല് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവുക നാളെ പരലോകത്താണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമ്മുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും മറ്റെന്തിനേക്കാളും നമുക്കുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് ജീവിതത്തിൽ നമ്മൾ പകർത്തണം. പ്രകടമായതാവട്ടെ രഹസ്യമായതാവട്ടെ, അഥവാ ശരീരത്തിലോ വേഷത്തിലോ രൂപത്തിലോ ഉള്ളതാവട്ടെ, ഇബാദത്തുകളുടെ വിഷയത്തിലുള്ളതാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വന്നിട്ടുണ്ടോ അതിനെ മുറുകെ പിടിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. ആ റസൂലിന് അല്ലാഹു തആല മഖാമൻ മഹ്മൂദ്, ഈ ശഫാഅത്തുൽ ഉദ്മ എന്നാണ് ഇതിന് പറയാ, വലിയ ശഫാഅത്ത് എന്നാ പറയാ. ആ സ്ഥാനമാണ് മഖാമൻ മഹ്മൂദ്. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ സ്ഥാനത്തിന്റെ പേരെന്താണ്? അൽ വസീല. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അൽ വസീല എന്നാണ് ആ സ്ഥാനത്തിന്റെ പേരുള്ളത്. അപ്പൊ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നാളെ പരലോകത്ത് നൽകുന്ന മഹത്തായ ഒരു കാര്യമാണ്. ഈ നബിയുടെ ഉമ്മത്തായിക്കൊണ്ട് നമുക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യും. ഈ വിചാരണ തുടങ്ങാൻ വേണ്ടി ശുപാർശ ചെയ്യും. അത് കഴിഞ്ഞ് നരകാവകാശികളായി പോയിട്ടുള്ള ആളുകൾ അവരെ സ്വർഗത്തിലാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യും. സ്വർഗത്തിൽ ആളുകളുടെ ദറജ കൂട്ടിക്കിട്ടാൻ വേണ്ടി ശുപാർശ ചെയ്യും. അതിനുശേഷം മറ്റുള്ള നബിമാർക്കും മലക്കുകൾക്കും മുഅ്മിനീങ്ങൾക്കും അതുപോലെയുള്ള പലർക്കും അല്ലാഹു തആല ശഫാഅത്തിനുള്ള അനുമതി കൊടുക്കും. നാം ഓരോരുത്തരും, നാം എല്ലാവരും, എല്ലാ മനുഷ്യരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ശുപാർശ കൊണ്ടാണ്. കാരണം ശഫാഅത്തുൽ ഉദ്മ ആർക്കുള്ളതാണ്? എല്ലാ മനുഷ്യർക്കുള്ള സയ്യിദു വലദി ആദം, എല്ലാ മനുഷ്യരുടെ നേതാവാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് കൊണ്ടാണ് എന്ത് തുടങ്ങുന്നത്? വിചാരണ തുടങ്ങുന്നത്. അപ്പൊ എല്ലാവർക്കും സ്വർഗപ്രവേശനത്തിന്റെ ഒന്നാമത്തെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ആയിരിക്കും. അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി അല്ലാഹു നൽകിയിട്ടുള്ള ശുപാർശയിൽ നമ്മയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ആ സ്ഥാനം നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടും. അതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു രാത്രി നിന്ന് നിസ്കരിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 5 വക്ത് നിസ്കാരം എല്ലാവരുടെ മേലും നിർബന്ധമാണ്. രാത്രി നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ നിർബന്ധമായിരുന്നു. നമ്മുടെ മേലെ അത് ഐച്ഛികമായി ചെയ്യേണ്ട ഒരു കർമ്മമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ 6ാമത്തെ നിർബന്ധ നിസ്കാരമാണ് രാത്രി നിസ്കാരം എന്ന് പറഞ്ഞ ആളാണ്. 6ാമത്തെ നിർബന്ധ നിസ്കാരമാണ് രാത്രി നിസ്കാരം. കാരണം അതിന്റെ ഒരു ഫദ്ല് കൊണ്ട്, അതിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു അതിയായി തൗഫീഖ് നൽകിയവരല്ലാതെ അത് സ്ഥിരമായി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയില്ല. അത് സ്ഥിരമായി കാത്തു സൂക്ഷിക്കുന്നവർ അവർ ഇഖ്ലാസോടുകൂടിയാണെങ്കിൽ തീർച്ച അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളായിരിക്കും. കാരണം അള്ളാഹു അത്ര ഇഷ്ടപ്പെടുന്നവർക്കാണ് അതിലുള്ള തൗഫീഖ് അള്ളാഹു നൽകുക. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം, രാത്രി നിസ്കരിക്കാനുള്ള തൗഫീഖിനെ ചോദിക്കണം, അതിൽ നിസ്കരിക്കുന്നവർക്ക് സബാത്തിനെ ചോദിക്കണം. കഴിയാത്തവർ അതിന് അനുസരിച്ച് നന്മയിൽ മുന്നേറാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇനി അല്ലാതെ കഴിയാത്തവർ ആ സമയത്ത് കിടന്നുകൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതിനും സാധിക്കാത്തവർ രാത്രി നിസ്കരിക്കുന്നവരെ ദറജയിലെത്തുന്ന കർമ്മങ്ങളുണ്ട്. സൽസ്വഭാവം കൊണ്ടും ആളുകൾക്കിടയിൽ സുൽഹുണ്ടാക്കുന്നത് കൊണ്ടും അതുപോലെ മുഅ്മിനീങ്ങളെ സഹായിക്കുന്നത് കൊണ്ടും അതുപോലെ ദറജയിലെത്തുന്ന മറ്റു കർമ്മങ്ങളുണ്ട്. അതിൽ മുന്നേറാൻ എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. ചില ആളുകൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് കൂടുതലുണ്ടാവും, അവരുടെ പല കാരണങ്ങളുമുണ്ട്. പക്ഷെ ആ ദറജയിൽ എത്താവുന്ന മറ്റു കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ അള്ളാഹുലേക്ക് അടുക്കാവുന്ന ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഏറ്റവും ഉന്നതമായ സ്ഥാനം പരലോകത്ത് കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേടാവുന്നതിൽ ഉന്നതമായ സ്ഥാനം നേടാൻ നമ്മൾ ശീലമാക്കേണ്ട ഒരു കാര്യമാണ് രാത്രി നിസ്കാരം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അടുത്ത ആയത്തുകൾ നമുക്ക് അടുത്ത ദിവസത്തിൽ നോക്കാം. അള്ളാഹുവിന്റെ കലാം യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ.
സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.